പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്ന് ദൈവവചനത്തിലൂടെ മലയിലെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കി മാറ്റുന്നത്. യഥാർത്ഥമായ നിക്ഷേപത്തെക്കുറിച്ചാണ്. നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം സമ്പത്തിലാണെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെയാണ്. നമ്മുടെ നിക്ഷേപം സ്ഥാനമാനങ്ങളിലാണെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെയാണ്. നമ്മുടെ നിക്ഷേപം അധികാര കസേരയിലാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ഹൃദയം. യഥാർത്ഥമായ നമ്മുടെ നിക്ഷേപം കർത്താവിലാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വചനം നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്നും ഈ കണ്ണ് നന്മയുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്നും കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടിലായി തീരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു കൃപ ലഭിക്കണമെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യുന്ന, കാഴ്ചയിലുള്ള പാപം എന്ന് ഒത്തിരിയേറെ വർദ്ധിക്കുന്ന ഈ കാലയളവിൽ, സാങ്കേതിക വിദ്യകളൊക്കെ ഒത്തിരിയുള്ള കാലത്ത് കണ്ണ് പാപവിഷയമായി തീരുന്ന ഈ കാലയളവിൽ നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടി ഈ വചനം ധ്യാനിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലുള്ളൊരു വ്യക്തിക്ക് അവൻ്റെ കണ്ണുകൾ എപ്പോഴും കർത്താവിലേക്കായിരിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക